ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ജഗദീപിനോട് ആ രജിസ്റ്റർ ഒപ്പിടാനായി സരള പറയുമ്പോ ജഗദീപ് വലിയ ഗൗരവത്തോടെ പറഞ്ഞു, ഇല്ല ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞ് ഇത് രണ്ട് കൈയും കെട്ടിവെച്ചുകൊണ്ട് അങ്ങനെ മാറി നിൽക്കുന്നു. കൈകൾ രണ്ടും കെട്ടിവെച്ച് അങ്ങനെ ജഗദീപ് നിൽക്കുന്നത് കണ്ട് ഉടനെ സരള പറഞ്ഞു, നിന്നോട് ഇതിൽ ഒപ്പിടാനല്ലേ പറഞ്ഞത്. അപ്പോഴേക്കും അവിടെ അടുത്തു നിന്ന ഗുണ്ടകൾ ജഗദീപിന് നേരെ ഭീഷണി ഉയർത്തി, മര്യാദയ്ക്ക് ഒപ്പിട്ടോടാ, അതാണ് നിനക്ക് നല്ലത്. അപ്പോഴേക്കും ജഗദീപ് പറഞ്ഞു, ഇല്ല ഞാൻ എടുത്തില്ല. എന്റെ അമ്മേനോട് പറഞ്ഞിരിക്കുന്നത് എന്നെ കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ മറ്റുള്ളവരെ സൈൻ ചെയ്യിച്ച് എന്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കുന്ന അമ്മ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞ് ജഗദീപ് അങ്ങനെ നിൽക്കുമ്പോ ഉടനെ ഗുണ്ട പറഞ്ഞു, മര്യാദയ്ക്ക് നീ ഒപ്പിടുന്നതായിരിക്കും നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞങ്ങൾ ഒപ്പിടിപ്പിക്കുമല്ലോ എന്ന് പറഞ്ഞ് ജഗദീപിനെ ആ രജിസ്റ്റർ ബുക്കിലേക്ക് ജഗദീപിന്റെ തല ചേർത്ത് പിടിച്ച് അങ്ങനെ കുനിച്ചു നിർത്തുന്നു. ഇത് കണ്ട ഉടനെ ചന്തു വന്ന് ഗുണ്ടകളെ മാറ്റാനായി ശ്രമിക്കുമ്പോ ചന്തുവിനെയും ഗുണ്ടകൾ തട്ടിമാറ്റുന്നു. അപ്പോഴേക്കും രജിസ്റ്ററിൽ ഒപ്പിടാനായി ജഗദീപ് മടി കാണിക്കുന്നത് കണ്ട് ജഗദീപിനെ അതിലേക്ക് ചേർത്ത് പിടിച്ചു. ഉടനെ ജഗദീപ് പറഞ്ഞു, അയ്യോ എന്റെ കൂളിംഗ് ഗ്ലാസ് ഇത് പൊട്ടിപ്പോടാ, നീയൊക്കെ എന്നെ ഒന്ന് വെറുതെ വിട് എന്ന് പറഞ്ഞതും ജഗദീപിനോട് മര്യാദയ്ക്ക് അത് ഇടുന്ന നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് വീണ്ടും ആ ഗുണ്ടകൾ ജഗദീപിന് നേരെ ദേഷ്യത്തോടെ അതിലേക്ക് വീണ്ടും മുഖം അമർത്തി പിടിക്കണം. ഇത് കണ്ട ഉടനെ സരള പറഞ്ഞു, ഒപ്പിടുന്നുണ്ടോ ഇല്ലയോ. അപ്പോഴേക്കും അവസാനം ജഗദീപ് ശരിക്കും തന്നെ ഭീഷണിപ്പെടുത്തി ഒപ്പിടിപ്പിക്കുന്നത് പോലെ അഭിനയിച്ച് ജഗദീപ് പറഞ്ഞു, ശരി ശരി ഞാൻ ഒപ്പിടാം. അത് കേട്ട ഉടനെ ജഗദീപിനെ അവർ വെറുതെ വിടാൻ തയ്യാറാകുന്നു. ജഗദീപിന്റെ ദേഹത്ത് നിന്ന് കൈ എടുത്തതും ജഗദീപ് എഴുന്നേറ്റ ഉടനെ തന്നെ, കണ്ടില്ലേടാ എന്റെ കൂളിംഗ് ഗ്ലാസിന്റെ കോലം എന്ന് പറഞ്ഞ് ജഗദീപ് അവരോട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് ഞാൻ ഓടിപ്പോവാണേ എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോകാനുള്ള ശ്രമം നടത്തുമ്പോ വീണ്ടും ആ ഗുണ്ടകൾ ജഗദീപിനെ ബലമായി അവിടെ പിടിച്ചു നിർത്തുന്നു. അവസാനം ജഗദീപ് ശരി ഞാൻ ഒപ്പിടാം എന്ന് പറഞ്ഞ് മനസ്സിലാ മനസ്സോടെ ഒപ്പിടുന്നത് പോലെ അതിലേക്ക് അഭിനയിക്കുന്നു. അങ്ങനെ ജഗദീപ് ആ രജിസ്റ്ററിൽ, ആ വിവാഹ രജിസ്റ്ററിൽ അവരുടെ നിർബന്ധ പ്രകാരം തന്നെ നിർബന്ധിച്ച് ഒപ്പിടിപ്പിക്കുന്നത് പോലെ ജഗദീപ് അഭിനയിച്ച് അങ്ങനെ ആ രജിസ്റ്ററിൽ സൈൻ ചെയ്തു. അതിനുശേഷം സുസ്മിതയും സരളയും വളരെ സന്തോഷത്തോടെ പരസ്പരം നോക്കി. ജഗദീപിനെ കൊണ്ട് വളരെ വിദഗ്ധമായി താൻ ഒപ്പിടിപ്പിച്ചല്ലോ എന്ന അഹങ്കാരത്തോടെ സരള എല്ലാവരെയും നോക്കി. ഉടനെ ജഗദീപിനെ നോക്കി സുസ്മിത ഒന്ന് പുഞ്ചിരിക്കുന്നത് കണ്ട് ജഗദീപും തന്നെ സുസ്മിതയെ നോക്കി ഒരു കണ്ണ് അടച്ചു കാണിക്കുന്നു. അങ്ങനെ സൈറ്റ് അടിച്ച് കാണിച്ചത് കണ്ട് സുസ്മിത ചിരിയോടെ ജഗദീപിനെ നോക്കുന്നു. ജഗദീപും ചന്തുവും അവരുടെ ആ പദ്ധതി വിജയിച്ചതിന്റെ സന്തോഷത്തിൽ പരസ്പരം നോക്കി അവർ ഇത്രയും നാളും നടപ്പിലാക്കാനായി ആഗ്രഹിച്ച കാര്യം ഇത്ര നിസ്സാരമായി നേടിയെടുത്തതിന്റെ സന്തോഷത്തിൽ പരസ്പരം നോക്കി നിന്നു. ഈ സമയത്ത് രോഹിത്തുമായി ശ്യാമ ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നെത്തി. ആ ഹോട്ടലിന് മുന്നിൽ വണ്ടി വന്ന് നിർത്തിയതും വളരെ സന്തോഷത്തോടെ രോഹിത് വാ എന്ന് പറഞ്ഞ് വളരെ വേഗം തന്നെ അകത്തേക്ക് കയറി പോകാനായി ശ്യാമ ധൃതി കാട്ടുന്നത് കണ്ട് രോഹിത് ചോദിച്ചു, അല്ല ശ്യാമ ഈ ഹോട്ടൽ എന്ന് പറഞ്ഞതും രോഹിത് കയറി വാ എന്ന് പറഞ്ഞ് വീണ്ടും ശ്യാമ നിർബന്ധപൂർവ്വം രോഹിത്തിനെ അവിടേക്ക് കൂട്ടുന്നു. ഉടനെ തന്നെ രോഹിത് എന്താ കാര്യം അറിയാതെ സംശയത്തോടെ ശ്യാമയെ നോക്കുമ്പോ ഉടനെ തന്നെ രോഹിത് ശ്യാമയോട് ചോദിച്ചു, അല്ല ശ്യാമ നമ്മൾ എന്താ ഇവിടെ ഈ ഹോട്ടലിൽ ശ്യാമയ്ക്ക് നല്ല പരിചയമുണ്ടോ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, ഇല്ല. നേരത്തെ ശ്യാമ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചതും രോഹിത്തിനോട് ശ്യാമ ഇല്ല എന്ന് മറുപടി നൽകി. ഉടനെ രോഹിത് ചോദിച്ചു, അല്ല ശ്യാമ ഈ ഹോട്ടലിൽ തന്നെ വരണമെന്ന് ഇത്ര നിർബന്ധം പിടിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞതും രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു, അതൊന്നും അല്ല. ഉടനെ രോഹിത് ചോദിച്ചു, അല്ല മറ്റുള്ള ഹോട്ടലുകളെ വെച്ച് ഈ ഹോട്ടലിന് വലിയ പ്രത്യേകതയൊന്നും ഞാൻ കാണുന്നില്ല, അതുകൊണ്ടാ ചോദിച്ചത് എന്ന് രോഹിത് ശ്യാമയോട് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, നമുക്ക് വേണ്ടി ഇവിടെ ഒരു സീറ്റ് റിസർവ്ഡ് ആണ്. അപ്പോഴേക്കും ഉടനെ രോഹിത് സംശയത്തോടെ ചോദിച്ചു, റിസർവ്ഡോ, അതെന്താ ശ്യാമ അങ്ങനെ. രോഹിത് വാ എന്ന് പറഞ്ഞ് വേഗം രോഹിത്തിനെ വിളിച്ചുകൊണ്ട് ശ്യാമ ആദ്യത്തെ ആ സീറ്റിലേക്ക് തന്നെ ചെന്ന് ഇരിക്കുന്നു. ഉടനെ തന്നെ എന്താ കാര്യം എന്നറിയാതെ രോഹിത് നോക്കുമ്പോ രണ്ടുപേരും ആ ടേബിളിൽ ഇരിക്കുന്ന കണ്ടതോടെ അവിടേക്ക് ഒരു വെയിറ്റർ എത്തുന്നു. അപ്പോഴേക്കും ആ വെയിറ്റർ വന്നതോടെ രോഹിത് ചോദിച്ചു, നമുക്ക് ഒരു ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്യട്ടെ. അപ്പോഴേക്കും ഉടനെ ശ്യാമ പറഞ്ഞു, ശരി രോഹിത് ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തോളൂ, എനിക്ക് 2 മിൽക്ക് ഷേക്ക്. ഇത് കേട്ട ഉടനെ രോഹിത് ചോദിച്ചു, എന്താ ഓറഞ്ച് ജ്യൂസ് പോരെ എന്ന് ചോദിച്ചതും ഉടനെ ശ്യാമ, അല്ല 2 മിൽക്ക് ഷേക്ക് എനിക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു, എനിക്ക് ഓറഞ്ച് ജ്യൂസ് മതി, എനിക്ക് മിൽക്ക് ഷേക്ക് വേണ്ട എന്ന് രോഹിത് ശ്യാമയോട് പറയുന്നു. ഉടനെ ശ്യാമ പറഞ്ഞു, ശരി രോഹിത് ഓറഞ്ച് ജ്യൂസ് കഴിച്ചോ, എനിക്കതിൽ വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഓർഡർ കൊടുത്തതിന് ശേഷം രോഹിത് ചോദിച്ചു, അല്ല ശ്യാമേ എന്താ എന്താ ശ്യാമയ്ക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, ഉണ്ട് രോഹിത്, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ
ജീവിതത്തെ കുറിച്ചാ പറയാനുള്ളത് എന്ന് പറഞ്ഞു. ഉടനെ രോഹിത് പറഞ്ഞു, അതെ ശ്യാമേ, ഞാനും ഇത് തന്നെയാ പറയാൻ വന്നത്. നമ്മള് എത്ര നാളാ ഇങ്ങനെ ഈ വഴക്കൊക്കെ പിടിച്ച് ഇതുപോലെ രണ്ടുപേരും തമ്മിൽ ഇതുപോലെ കശപിശ നടത്തി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, രോഹിത്തെ, അത് ശരിയാ, നമ്മളുടെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളും വഴക്ക് കൂടിയല്ലേ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനിയും ഇതുപോലെ പരസ്പരം അടിയും ബഹളമായി മുന്നോട്ട് നീങ്ങണോ എന്ന് ശ്യാമ രോഹിത്തിനോട് ചോദിച്ചു. ഈ സമയത്ത് രോഹിത് പറഞ്ഞു, ഞാനും ഇക്കാര്യം തന്നെ ശ്യാമയോട് പറയാനായി ആഗ്രഹിച്ചതായിരുന്നു. ഇനിയും പരസ്പരം മനസ്സിലാക്കി ഈ അടിയും ബഹളവും ഒന്നുമില്ലാതെ സന്തോഷത്തോടെ ഒരു പുതിയ ജീവിതം നമുക്ക് നയിക്കാം എന്ന് രോഹിത് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാണ്. രോഹിത് പറഞ്ഞ മുഴുവനും ഞാൻ യോജിക്കുന്നില്ല, പകുതി മാത്രമേ എനിക്ക് യോജിക്കാനാവൂ. അപ്പോഴേക്കും അവിടേക്ക് വെയിറ്റ് ഒരു ഓറഞ്ച് ജ്യൂസും 2 മിൽക്ക് ഷേക്കുമായി എത്തി. ഉടനെ ശ്യാമ 2 മിൽക്ക് ഷേക്കും തന്നെ മുന്നിലേക്ക് എടുത്തു വെച്ചിട്ട് ഓറഞ്ച് ജ്യൂസ് രോഹിത്തിന് നേരെ നീട്ടി. രോഹിത് ശ്യാമ എന്താ പറയുന്നറിയാനെ നോക്കിയിരുന്നപ്പോ ശ്യാമ പറഞ്ഞു, രോഹിത്തെ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. മിൽക്ക് ഷേക്കും ഓറഞ്ച് ജ്യൂസും പോലെ ഒരിക്കലും തമ്മിൽ ചേരില്ല. കണ്ടില്ലേ, നമ്മുടെ അഭിരുചികൾ പോലും വ്യത്യസ്തമാണ്. എനിക്ക് എന്റേതായ ജീവിതത്തെ കുറിച്ച് ചില കാഴ്ചപ്പാടുകളുണ്ട്. ഞാൻ അറിയാതെയാണ് രോഹിത് എന്നെ വിവാഹം കഴിച്ചെന്ന് പറയാനാവില്ല. പക്ഷെ എന്റെ സമ്മതമില്ലാതെയാണ് രോഹിത് എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അതെനിക്ക് പറയാൻ സാധിക്കുമല്ലോ. എന്റെ സമ്മതത്തോടെയല്ല ഈ വിവാഹം നടന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് നയിക്കണോ വേണ്ടയോ എന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് രോഹിത്തിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ജീവിതം ഇതുപോലെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? വെറുതെ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റൊരാൾക്ക് വേണ്ടി തന്റെ ഇഷ്ടങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ അയാൾക്ക് വേണ്ടി ഞാൻ എന്റെ ഇഷ്ടങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചല്ലോ എന്ന ആ ഒരു വേദന മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് അങ്ങനെ എന്നും അയാളോട് അകൽച്ചയും വിദ്വേഷവും ഒക്കെ മനസ്സിൽ തോന്നിക്കൊണ്ട് അങ്ങനെ ഒരു ജീവിതം, അതിനെക്കുറിച്ച് രോഹിത് എന്താ കരുതുന്നത് എന്ന് ചോദിച്ചതും രോഹിത് അങ്ങനെ ചോദിച്ചത് കേട്ട് ഉടനെ രോഹിത്തിനോട് ശ്യാമ ഇങ്ങനെയൊക്കെ പറയുമ്പോ രോഹിത് പറഞ്ഞു, ശ്യാമേ, എനിക്ക് നമ്മുടെ ടേസ്റ്റ് രണ്ടും വ്യത്യസ്തമാണെന്ന് പറഞ്ഞതുപോലെ ശ്യാമയ്ക്ക് വേണ്ടി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ. ഒരാൾക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കാൻ എല്ലായ്പ്പോഴും കഴിയില്ലല്ലോ. മറ്റൊരാൾക്ക് വേണ്ടി നമ്മുടെ താല്പര്യങ്ങൾ എപ്പോഴും ഒഴിവാക്കാനാവില്ലല്ലോ എന്ന് രോഹിത് ചോദിച്ചതും ഉടനെ ശ്യാമ പറഞ്ഞു, അത് തന്നെയാണ് രോഹിത് ഞാനും പറഞ്ഞു വന്നത്. രോഹിത് എത്ര കൃത്യമായിട്ടാണ് എന്റെ ആ പോയിന്റിലേക്ക് എത്തിയത്. ഞാനും പറഞ്ഞത് അത്ര മാത്രമേ ഉള്ളൂ രോഹിത്. രോഹിത്തും ഞാനും തമ്മിലുള്ള അകൽച്ച അല്ലെങ്കിൽ അന്തരം അത് തന്നെയാണ്. സത്യത്തിൽ നമ്മളുടെ രണ്ടുപേരുടെയും പ്രായത്തിന്റെ ആ വ്യത്യാസമായിരിക്കാം, പ്രായത്തിനിടയ്ക്കുണ്ടായ ഗ്യാപ്പ് ആയിരിക്കാം ഇപ്പോ ഇങ്ങനെയൊക്കെ തോന്നാനുള്ള കാരണം. ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ വലിയച്ഛയെ പോലെയോ കുഞ്ഞേച്ചിയെ പോലെ ആകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ കണ്ടിരിക്കുന്നത് എപ്പോഴും ഒരു ബോളിവുഡ് ഫിലിം പോലെയാണ്. അതായത് എപ്പോഴും ഒരു സസ്പെൻസ് നിറഞ്ഞ, എന്നെ എപ്പോഴും അതിശയിപ്പിക്കുന്ന അങ്ങനെയുള്ള ആ ഓരോ നിമിഷങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകണം. അങ്ങനെയായിരിക്കണം ജീവിതം. അതാണ് എന്റെ ഒരു ആഗ്രഹം എന്ന് ശ്യാമ പറയുമ്പോ രോഹിത് പറഞ്ഞു, ശ്യാമേ, ശ്യാമ ആഗ്രഹിക്കുന്നത് പോലെ എന്റെ അഭിരുചികൾ മാറ്റിയെടുക്കാൻ എനിക്ക് കഴിയും. പെട്ടെന്ന് ആവില്ല എങ്കിലും ക്രമേണ നമുക്ക് പരസ്പരം നമ്മുടെ ഇഷ്ടങ്ങളെ ഒരുപോലെ ആക്കി മാറ്റാൻ സാധിക്കും എന്ന് രോഹിത് പറയുമ്പോ ശ്യാമ പറഞ്ഞു, അതെ, അഡ്ജസ്റ്റ്മെന്റ്, അതിനോടാണ് എനിക്ക് താല്പര്യമില്ലാത്തത്. രോഹിത് പറഞ്ഞു വരുന്ന ആ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല രോഹിത്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും ശ്യാമയോട് രോഹിത് ചോദിച്ചു, പിന്നെ പിന്നെ എന്ത് ചെയ്യാനാ ശ്യാമ പറയുന്നത് എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, രോഹിത്, നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, രോഹിത്തും ഞാനുമായിട്ടുള്ള ബന്ധം, രോഹിത്ത് എന്റെ കഴുത്തിൽ താലി കെട്ടി എന്നല്ലാതെ മറ്റൊരു ബന്ധവും നമുക്കിടയിൽ ഉണ്ടായിട്ടില്ല. എന്നും വഴക്കും ബഹളവും മാത്രമായിരുന്നല്ലോ. അത് മാത്രമല്ല, ഒരിക്കലും നമ്മൾ ഒത്തുപോകില്ല എന്ന് പരസ്പരം തിരിച്ചറിഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ബന്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എനിക്കൊട്ടും താല്പര്യമില്ല എന്ന് രോഹിത്തിനോട് ശ്യാമ പറയുന്നു. അതുകൊണ്ട് എത്രയും വേഗം ഈ ബന്ധം നമുക്ക് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞത് രോഹിത് ചോദിച്ചു, അല്ല രോഹിത്, എന്താ ഈ ശ്യാമ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചതും രോഹിതിനോട് ശ്യാമ പറഞ്ഞു, അതെ, വേറൊന്നുമല്ല, ഇത്രയും നാളും എന്നെ സംരക്ഷിച്ചതുപോലെ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ ദൂരദേശങ്ങളിലേക്കൊക്കെ കുട്ടികൾ പഠിക്കാനായി പോകുമല്ലോ. അവിടെ ഹോസ്റ്റലിൽ ചിലപ്പോ റൂംമേറ്റ് ആയി ബോയ്സിനെയൊക്കെ ആയിരിക്കാം ചിലപ്പോ കൂടെ കിട്ടുക. അങ്ങനെ അവർ ഫ്രണ്ട്സിനെ പോലെ ജീവിച്ചിട്ടുണ്ടാവുമല്ലോ. അത് തന്നെയാണ്
നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചത്. രോഹിത് കുറച്ചുനാൾ എന്റെ റൂംമേറ്റ് ആയി, അത്രമാത്രം. രോഹിത് എനിക്ക് വേണ്ടി ഇത്രയും വലിയ ത്യാഗം കൂടി ചെയ്യുന്നുണ്ടല്ലോ. രോഹിത് അറിയാതെയാണെങ്കിൽ പോലും ഞാനും അവരും ഒന്നിക്കുന്നതിന് വേണ്ടി കാരണക്കാരനായല്ലോ എന്ന് പറഞ്ഞത്. രോഹിത് ഞെട്ടലോട് ചോദിച്ചു, ആരുടെ കാര്യ ശ്യാമ പറയുന്നത്? ഉടനെ ശ്യാമ പറഞ്ഞു, വേറെ ആരാണ്, ദീപകിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. അവൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഹോട്ടലിലേക്ക് വന്നത്. അവനാണ് നമുക്ക് വേണ്ടി ഈ ടേബിൾ റിസർവ് ചെയ്തിരിക്കുന്നത് എന്നറിയിച്ചു. ഉടനെ തന്നെ അവൻ ഇവിടേക്ക് എത്തും. അവൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വരുന്നത്. അവന്റെ കൂടെ പോകാനായിട്ടാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇനിയൊരു പുതിയ ജീവിതം ഞാനും അവനും തമ്മിൽ. രോഹിത്തിന് ഞാൻ ഒരിക്കലും നല്ലൊരു ഭാര്യയായി മാറുകയില്ല എന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ എന്തിനാണ് ഇനി ഇങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എത്രയും വേഗം ഈ ജീവിതം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത് എന്ന് ശ്യാമ രോഹിത്തിനോട് പറയുന്നു. അങ്ങനെ രോഹിത്തുമായി ശ്യാമ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് ദീപക് എത്തിച്ചേരുന്നു. ദീപക് കാറിൽ വന്നിറങ്ങി അവിടെ ഹോട്ടലിലേക്ക് കയറി വരുന്നത് വളരെ വിഷമത്തോടെ രോഹിത് നോക്കിയിരുന്നു. ദീപക് അകത്തേക്ക് കയറി വരുമ്പോ വളരെ സന്തോഷത്തോടെ ശ്യാമ ദീപകിനെ സ്വീകരിച്ചു. വരൂ ദീപക് എന്ന് പറഞ്ഞ് ദീപകിന്റെ അരികിലേക്ക് ചെന്ന് സ്നേഹത്തോടെ ദീപകിനെ വിളിച്ചുകൊണ്ട് ശ്യാമ ആ ടേബിളിനരികിലേക്ക് കൊണ്ടുവന്നു. ദീപക് ഇവിടെ ഇരിക്കേ, ദീപകിന് ഇഷ്ടപ്പെട്ട മിൽക്ക് ഷേക്കാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദീപകിനോട് അവിടെ ഇരിക്കാനായി ആവശ്യപ്പെട്ടു. ദീപക് അവിടേക്ക് വന്നിരിക്കുന്നതിന് മുമ്പ് രോഹിത്തിനെ കണ്ടതുകൊണ്ട് രോഹിത്തിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനായി ദീപക് തയ്യാറാവുന്നു. ഉടനെ ദീപക് തനിക്ക് നേരെ ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോ രോഹിത് കൈ കൊടുക്കാൻ പോലും മടിച്ചു. രോഹിത്തിന്റെ മനസ്സിലേക്ക് വന്നത് അന്ന് ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് രോഹിത് കാല് പിടിക്കുന്നത് പോലെ ശ്യാമയെ ഉപേക്ഷിക്കരുതെന്ന് അന്ന് ദീപകിനോട് ആവശ്യപ്പെട്ടിട്ടും ദീപക് അത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ അത് കേട്ടില്ല എന്നുള്ള ഭാവത്തിൽ അവിടെ നിന്ന് പോയ ആ നിമിഷത്തെ കുറിച്ചായിരുന്നു ആ നിമിഷം രോഹിത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയത്. രോഹിത് അത് ഓർത്ത് അങ്ങനെ ഇരുന്നതും ശ്യാമ പറഞ്ഞു, ഇന്നത്തെ നിങ്ങൾ തമ്മിൽ വിദ്വേഷത്തിന്റെ ആവശ്യമൊന്നും വേണ്ട, പരസ്പരം പകയോ ദേഷ്യമൊന്നും മനസ്സിൽ വെക്കേണ്ട എന്ന് പറഞ്ഞതും രോഹിത് കൈ കൊടുക്കാൻ തയ്യാറായി. കൈ കൊടുത്തു കഴിഞ്ഞതും ഉടനെ ശ്യാമയും ദീപക്കും അവിടെ ആ സീറ്റിലിരുന്നു. വളരെ സന്തോഷത്തോടെ ശ്യാമ രോഹിത്തിനോട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും രോഹിത് പറഞ്ഞു, അതെ ഞാൻ അപ്പുറത്തോട് മാറിയിരിക്കാം. ഇത് കേട്ട ഉടനെ രോഹിത് പറഞ്ഞു, രോഹിത് അങ്ങനെ പറഞ്ഞതും ദീപക് പറഞ്ഞു, അല്ല രോഹിത് ഇവിടെ ഇരിക്കേ. ഉടനെ ശ്യാമ പറഞ്ഞു, മാറിയിരിക്കട്ടെ ദീപക്, നമുക്ക് അല്പം പ്രൈവസി കിട്ടുമല്ലോ എന്ന് ശ്യാമ രോഹിത്തിനുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ദീപകിനോട് പറയുന്നു. അത് കേട്ടതും രോഹിത് ആകെ വിഷമത്തോടെ നിൽക്കുമ്പോ ഉടനെ ദീപക് പറഞ്ഞു, അങ്ങനെയല്ല രോഹിത്തും ഞാൻ പറയുന്നത് കേൾക്കണം. ഉടനെ രോഹിത് അവിടെ ഇരിക്കാൻ കൂട്ടാക്കുന്നു. ആകെ ദേഷ്യത്തോടെ തന്നെ ഒട്ടും താല്പര്യമില്ലാതെ രോഹിത് അവിടെ ഇരിക്കുമ്പോ ദീപക് പറഞ്ഞു, ആദ്യം തന്നെ എനിക്ക് രോഹിത്തിനോട് പറയാനുള്ളത് സോറി അതാണ് എന്ന് പറഞ്ഞതും ഉടനെ ശ്യാമ പറഞ്ഞു, അത് വേണ്ട ദീപക്, ഞാൻ അക്കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്, ഇനി അതിനെക്കുറിച്ച് എന്തിനാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചതും ദീപക് പറഞ്ഞു, എന്നാലും ശ്യാമയല്ലേ പറഞ്ഞത്, ഞാൻ നേരിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് ദീപക് രോഹിത്തിനോട് പറഞ്ഞു. ഞാനിപ്പോ സോറി പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, അന്ന് രോഹിത് ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ശ്യാമയുടെ ജീവിതം അതോടെ അവിടെ വെച്ച് അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ അന്ന് രോഹിത് ശ്യാമയുടെ കാര്യത്തിൽ താലി കെട്ടി അവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത് അത് വലിയൊരു കാര്യം തന്നെയാണ് രോഹിത് ചെയ്തത്. സത്യത്തിൽ അന്ന് സംഭവിച്ചതൊക്കെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു. പിന്നീട് വിവാഹശേഷം എന്നെ ശ്യാമ പലപ്പോഴും വിളിച്ചിരുന്നു, ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു എന്നത് ഇപ്പൊ ശ്യാമ രോഹിത്തിനോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. സത്യത്തിൽ അന്ന് സംഭവിച്ചതൊക്കെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശ്യാമ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് എല്ലാം ഞാൻ തിരിച്ചറിഞ്ഞത്. പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടേക്ക് വന്നത് മറ്റൊരു കാര്യം പറയാനാണ്. ശ്യാമയ്ക്ക് ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് വരാൻ കഴിയില്ല. ഇപ്പോ നിനക്ക് കിട്ടിയ ഈ ജീവിതം നീ സന്തോഷത്തോടെ രോഹിത്തിനോടൊപ്പം ജീവിക്കുക. അത് കേട്ടതും ശ്യാമ വല്ലാതെ ഞെട്ടി. ഉടനെ രോഹിത്തിന്റെ ഒപ്പം തന്നെ ശ്യാമ ജീവിക്കാനായി പറഞ്ഞ് ദീപക് തന്നെ കൈയൊഴിയാൻ പോകുന്നു എന്ന് അറിഞ്ഞതോടെ ശ്യാമ വല്ലാത്തൊരവസ്ഥയിലാവുന്നു. ഉടനെ തന്നെ ദീപകിനായ വിഷമത്തോടെ ശ്യാമ നോക്കുമ്പോ ഇതെന്താ പറഞ്ഞു വരുന്നറിയാത്ത ആശ്ചര്യത്തോടെ അങ്ങനെ രോഹിത് ദീപകിനെ സംസാരം കേട്ടിരുന്നത് ദീപക് പറഞ്ഞു, അതെ ശ്യാമേ, ഞാൻ നിന്നെ അന്ന് നീ കോണ്ടാക്ട് ചെയ്തപ്പോ പലപ്പോഴും നിന്റെ ഫോൺ എടുക്കാനോ നിന്റെ മെസ്സേജ് എടുക്കാനോ ഞാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് വാസ്തവം അറിഞ്ഞപ്പോ എനിക്ക് നിന്നോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് തോന്നി. സത്യത്തിൽ അന്ന് എന്റെ അച്ഛമ്മയുടെ അവസ്ഥ നിനക്കറിയാവുന്നതായിരുന്നല്ലോ. അച്ഛൻ്റെ അമ്മ ICUയിൽ സീരിയസ് ആയി കിടക്കുകയാണ്.
എന്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ കാണാനായി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ശ്യാമയുമായിട്ടുള്ള എന്റെ വിവാഹം മുടങ്ങിയതോടെ ഉടനെ തന്നെ അച്ഛനും അമ്മയും മറ്റൊരു പെൺകുട്ടിയെ എനിക്ക് വേണ്ടി കണ്ടെത്തി. അതുകൊണ്ട് എന്റെ അച്ഛനെയും അമ്മയെയും വെറുപ്പിച്ച് അവരുടെ തീരുമാനങ്ങളെ അവഗണിച്ച് എനിക്ക് ഒന്നും ചെയ്യാനാവില്ല ശ്യാമ. അതുകൊണ്ട് തന്നെ അവര് മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തിയപ്പോ ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരുന്ന, ഞങ്ങളുടെ സ്റ്റാറ്റസിന് ഒപ്പം നിൽക്കുന്ന അച്ഛന്റെ ഒരു ബിസിനസ് പാർട്ട്ണറുടെ മകൾ മിഥുല എന്നാണ് അവളുടെ പേര്. അവളെ അച്ഛനും അമ്മയും ചേർന്ന് കണ്ടെത്തി. ഞാനും ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ തരക്കേട് തോന്നിയിരുന്നില്ല. ഒരു പ്രശ്നവുമില്ല, സ്റ്റാറ്റസ് കൊണ്ടും എല്ലാം ശരിയാ, അത്യാവശ്യ സൗന്ദര്യമുണ്ട്. പിന്നെ ആ പെൺകുട്ടിയെ വേണ്ട എന്ന് പറയാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഞാൻ കണ്ടെത്തിയില്ല. പക്ഷേ ശ്യാമ, മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്ന് പറഞ്ഞത്. ശ്യാമ ചോദിച്ചു, പിന്നെ എന്തിനാണ് ദീപക് എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്, കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു. ദീപക് പറഞ്ഞു, അതെ, വേറൊന്നും കൊണ്ടല്ല. ഇപ്പോ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോ ഈ കാര്യം തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ശ്യാമയെ നേരിൽ കണ്ട് ഈ കാര്യം പറയണമെന്ന് തോന്നി. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഇപ്പോ നിങ്ങൾ രണ്ടുപേരും ഒരു ജീവിതം തുടങ്ങിക്കഴിഞ്ഞു. എന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടി അല്പ ദിവസങ്ങൾക്കുള്ളിൽ കടന്നു വരും. അതുകൊണ്ട് തന്നെ ഉടനെ ഞങ്ങളുടെ വിവാഹം നടക്കും. ആ സ്ഥിതിക്ക് ശ്യാമ വെറുതെ എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട. ഇതുവരെ നടന്ന സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും എല്ലാം ശ്യാമ മറന്നേക്കും. ഇങ്ങനെ ഒരു കാര്യമേ നമ്മൾ സംസാരിച്ചിട്ടില്ല എന്ന് ശ്യാമ വിചാരിച്ചാൽ മതി. നമ്മൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല, നമ്മൾ തമ്മിൽ മുമ്പ് കണ്ടിട്ടില്ല എന്ന് അങ്ങ് ചിന്തിച്ചാൽ മാത്രം മതി. നമ്മൾക്കിടയിൽ ഉണ്ടായിരുന്ന ഇഷ്ടത്തെക്കുറിച്ച് ഇനി ആലോചിക്കേ വേണ്ട. എന്നെ പോലും ശ്യാമയുടെ ഓർമ്മയിൽ നിന്ന് മറന്നു കളയണം. അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, എന്റെ നമ്പർ പോലും ഇനി ശ്യാമയുടെ ഫോണിൽ ഉണ്ടാകാൻ പാടില്ല. എന്റെ ഫോൺ നമ്പരും എനിക്കിനി മെസ്സേജോ ഒന്നും അയക്കരുത്. കാരണം എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് അല്പം സംശയരോഗമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്റെ വിവാഹം മുടങ്ങിയെന്ന് പറഞ്ഞപ്പോ അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കാൻ അവൾക്ക് വല്ലാത്ത തിടുക്കമായിരുന്നു. നമ്മൾ തമ്മിൽ നേരത്തെ പ്രണയത്തിലായിരുന്നു എന്നും ഇപ്പോൾ വിളിക്കാറുണ്ടോ, സംസാരിക്കാറുണ്ടോ എന്നൊക്കെയാണ് അവൾ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ശ്യാമ എനിക്ക് നൽകിയ മെസ്സേജുകളും എനിക്ക് അയച്ച മെസ്സേജുകളും വിളിച്ച കോളുകളും ഒക്കെ ഇതിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നതെന്നും എന്നെ വിളിച്ചതെന്നുമൊക്കെയാണ് ഞാൻ മൃദുലയോട് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ന് എന്റെ കൂടെ അവളും വന്നിട്ടുണ്ട് എന്ന് ശ്യാമയോട് ദീപക് പറയുന്നു. അത് കേട്ടതോടെ ശ്യാമ ആകെ നിരാശയിലായി. അപ്പോഴേക്കും ഉടനെ തന്നെ അവിടേക്ക് മൃദുലയെത്തി. ദീപക് അവിടെ നിൽക്കുന്ന ശ്യാമയെ ചൂണ്ടിക്കാട്ടി, ഇതാണ് ശ്യാമ എന്ന് പറഞ്ഞു. ഓ, ഇതല്ലേ ശ്യാമ, എനിക്ക് മനസ്സിലായി എന്ന് മൃദുല ഒട്ടും താല്പര്യമില്ലാതെ ചോദിച്ചു. അപ്പോഴേക്കും ദീപക് പറഞ്ഞു, അല്ല, ഇവരെ മൃദുലയ്ക്ക് പരിചയപ്പെടണ്ടേ എന്ന് ചോദിച്ചതും ഉടനെ തന്നെ മൃദുല ചോദിച്ചു, ഇതാണല്ലേ രോഹിത്, എനിക്ക് കൂടുതലൊന്നും പരിചയപ്പെടണമെന്നില്ല. കൂടുതൽ പരിചയപ്പെട്ടാലേ അത് കൂടുതൽ പ്രശ്നമാവും. കൂടുതൽ ഈ ബന്ധം തുടർന്നുകൊണ്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. വേഗം വാ ദീപക് എന്ന് പറഞ്ഞ് മൃദുല ദീപകിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ദീപക് മൃദുലയോടൊപ്പം പോകുന്നത് കണ്ട് ആകെ തകർന്ന മനസ്സുമായി ശ്യാമ രോഹിത്തിന് മുന്നിലിരിക്കുന്നു. ശ്യാമയോട് ഇനി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ രോഹിത്ത് ശ്യാമയുടെ ആ അവസ്ഥയെ കണ്ട് വിഷമത്തോടെ നിൽക്കുന്ന ശ്യാമയെ രോഹിത്ത് നോക്കുന്നു. ഈ സമയത്ത് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് വിവാഹിതരായി പരസ്പരം മാറി അണിയിച്ച് അവിടേക്ക് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ജഗദീപും സുസ്മിതയും. ഇരുവരും പുറത്തേക്ക് ഇറങ്ങി വന്നതും അവിടെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരുവരെയും നോക്കി. ഈ സമയത്ത് അവിടുത്തെ രജിസ്ട്രാർ ജഗദീപിന്റെയും സുസ്മിതയുടെയും അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ഇനി സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കണം. പിന്നെ മോനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞത് ജഗദീപ് പറഞ്ഞു, എന്തായാലും രജിസ്ട്രാർ മാമൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കണം മാമ എന്ന് പറഞ്ഞ് ജഗദീപ് രജിസ്ട്രാറെ കാല് വീഴുന്നു. രജിസ്ട്രാറെ നിറയുന്നത് കണ്ട് ജഗദീപ് ചോദിച്ചു, എന്തു പറ്റി രജിസ്ട്രാർ മാമ, എന്താ കാര്യം? അപ്പോഴേക്കും ഉടനെ അയാൾ പറഞ്ഞു, വേറൊന്നുമല്ല, എത്രയോ പേരുടെ വിവാഹം ഞാൻ ഇവിടെ നടത്തി കൊടുത്തു വിടുന്നു. ആരും ഇന്നേ വരെ എന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ടില്ല. മോന് നല്ലതേ വരികയുള്ളൂ. പിന്നെ മോൻ അച്ഛനോട് പറഞ്ഞ് എനിക്ക് എന്റെ മോന് ആ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കണം. ഇത് കേട്ട ഉടനെ ഒന്നും അറിയാതെ ജഗദീപ് ചോദിച്ചു, ആരോട് പറഞ്ഞ്, ഏതച്ഛനോട് പറഞ്ഞ്? അപ്പോഴേക്കും സാർ പറഞ്ഞു, അല്ല, രാമചന്ദ്രൻ സാറിനോടെ എന്ന് പറഞ്ഞതും ഏത് രാമചന്ദ്രൻ എന്നായി ജഗദീപിന്റെ ചോദ്യം. ഉടനെ സുസ്മിതയും സരളയും ആകെ ഞെട്ടി. അപ്പോഴേക്കും അല്ല, മോന്റെ അച്ഛനല്ലേ രാമചന്ദ്രൻ എന്ന് പറഞ്ഞതും
ഓ, ചിറക്കൽ രാമചന്ദ്രൻ, ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞോളാം അച്ഛനോട്, ഞാൻ പറഞ്ഞോളാം എന്ന് ജഗദീപ് പറഞ്ഞത് കേട്ട് ഉടനെ അവിടെ നിൽക്കുന്ന ഗുണ്ടകളെ നോക്കി ജഗദീപ് ചോദിച്ചു, അല്ല ചേട്ടന്മാർക്ക് ഇനി എന്താ വേണ്ടത്? അപ്പോഴേക്കും ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞതും, അല്ല പറയണം എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു, അല്ല ചിറക്കൽ ഗ്രൂപ്പിന്റെ ഇനിയുള്ള എല്ലാ കൊട്ടേഷനും ഞങ്ങൾക്ക് തരണം. അപ്പോഴേക്കും ജഗദീപ് പറഞ്ഞു, ശരി ശരി ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ചെയ്യിക്കാം എന്ന് പറഞ്ഞതും, ഇനി അടുത്തതെന്ന് പറഞ്ഞ് ജഗദീപ് അടുത്തയാളോട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും സരള ചാടി ഇടയിൽ കയറണം. അതെ അതെ, ഇനി അങ്ങനെ ആർക്കും ഓരോ വാഗ്ദാനങ്ങൾ കൊടുക്കണ്ട. കാരണമേ ഇനി ചിറക്കൽ ഗ്രൂപ്പിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ പോകുന്നത് ഈ സരളയാണ്. ഉടനെ തന്നെ ജഗദീപ് അതിശയത്തോടെ ചന്തുവിനെ നോക്കുന്നു. ചന്തു ഇതെല്ലാം നോക്കി ചിരിച്ചോണം അങ്ങ് നിൽക്കുമ്പോ, അല്ലടി മോളെ എന്ന് സരള സുസ്മിതയോട് ചോദിച്ചതും സുസ്മിത പറഞ്ഞു, പിന്നല്ലാതെ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിന്നത് സരള പറഞ്ഞു, എന്നാ മോനെ നമുക്ക് പോകാം. ഉടനെ ജഗദീപ് ചോദിച്ചു, എങ്ങോട്ട്? അപ്പോഴാണ് സരള പറഞ്ഞത്, അതെ നമുക്ക് മോന്റെ വീട്ടിലേക്ക് പോകാം, മോന്റെ അച്ഛനെയും അമ്മയും കാണണ്ടേ. ആ വാക്ക് കേട്ടതോടെ ജഗദീപ് ഇത്രയും നേരം വളരെ സ്മൂത്തായി പോയ ഈ നാടകം ഇന്നത്തോടെ അവസാനിക്കാൻ പോകുന്നല്ലോ എന്ന ഭയത്തിൽ ആകെ ഞെട്ടലോടെ നിൽക്കുന്നു.